കോട്ടയത്തെ പാമ്പാടിക്കും പൊൻകുന്നത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് നളിനി ചെറിയമ്മ താമസിക്കുന്നത്. നളിനി ചെറിയമ്മയ്ക്ക് 70 വയസ്സാകുന്നു. ഈ നളിനി ചെറിയമ്മ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വന്തം വലിയ മട്ടുപ്പാവുള്ള വലിയ ബംഗ്ലാവുള്ള വീടുണ്ട് കെക്കേറിനടുത്ത്. ഒരേ ഒരു മകളേ ഉള്ളൂ. മകളുടെ പേര് സുധ എന്നാണ്, മരുമകൻ്റെ പേര് രാജേഷ് എന്നാണ്. ഈ രാജേഷ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരേ ഒരു മകളായതുകൊണ്ട് അവിടെ നിന്ന് എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവരുടെ സ്ഥലമൊക്കെ കൈക്കലാക്കി വലിയ വീടൊക്കെ വെച്ച് വലിയ ഇന്നോവ കാറൊക്കെ വാങ്ങിച്ച്, അതുകൂടാതെ ഒരു ജീപ്പൊക്കെ മഹീന്ദ്രയുടെ ജീപ്പൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ലാവിഷായിട്ടാണ് ഈ രാജേഷ് അവിടെ കഴിയുന്നത്. ഇപ്പോൾ കടയൊക്കെയാണ്, നമ്മുടെ ആ പരിസരത്ത് ഒരു കടയൊക്കെ ഉണ്ട്, ബിസിനസ്സൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ സുധ എന്ന മകളും ഈ രാജേഷ് എന്ന മകനും ഈ നളിനി ചെറിയമ്മയെ ആ വീട്ടിൽ കയറ്റില്ല. ആ വീട്ടിലെ കക്കൂസ് പോലും ഉപയോഗിക്കാൻ കൊടുക്കാതെ എല്ലാ കക്കൂസിനും അവർ താഴിട്ടിരിക്കുകയാണ്, പൂട്ടി വെക്കുകയാണ്. കാരണം എന്താണ്? ഈ പ്രായമായ നളിനി ചെറിയമ്മ ആ യൂറോപ്യൻ ക്ലോസറ്റിലാണ് കയറിയിരുന്ന് വൃത്തികേടാക്കുമോ എന്ന് ഇവർക്ക് ഭയമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരമ്മയ്ക്ക് ഒന്ന് സമാധാനത്തോടെ ഒന്ന് കക്കൂസിൽ പോകാൻ പോലുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാത്ത മകളും മരുമകനുമൊക്കെ ഉള്ള, അല്ല മകനുമുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈ അമ്മയ്ക്ക് അവർ പഴയ ഒരു ചളുങ്ങിയ അലൂമിനിയം അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ നല്ല പാത്രങ്ങളുണ്ട്, സെറാമിക് പാത്രങ്ങളും നമ്മുടെ ചില്ല് പാത്രങ്ങളും ചൈന ക്ലേ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമല്ല അമ്മയ്ക്ക് കൊടുക്കുന്നത്. അമ്മയ്ക്ക് പഴയ ചളുങ്ങിയ പണ്ടത്തെ കാലം, അമ്മയ്ക്ക് അതിനകത്തൊരു പരാതിയൊന്നുമില്ല. അലുമിനിയം പാത്രത്തിൽ ചളുങ്ങിയ പാത്രത്തിൽ കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു വാഴയിലയോ വട്ടയിലയോ ഉണ്ടെങ്കിലും അമ്മ അങ്ങനെ ജീവിച്ച മകൾക്ക് വേണ്ടിയിട്ട് പശുവിനെ വളർത്തി, ആടിനെ വളർത്തി, ചാണകം കോരി, വീട് വീടാന്തരം പാലൊക്കെ വിറ്റ് അങ്ങനെയാണ് ഈ പെങ്കൊച്ചിനെ പഠിപ്പിക്കുകയും ഡിഗ്രിക്കാരിയാക്കിയതും. വാഴൂർ NSS കോളേജിലാണ് ഈ പറഞ്ഞ സുധ എന്ന് പറഞ്ഞ പെണ്ണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ പെൺകുട്ടീനെ അമ്മ പഠിച്ച് നല്ല നിലയാക്കിയിട്ട്, പിന്നെ അത്യാവശ്യം ആ വീട് സ്ഥലവും പെണ്ണിൻ്റെ പേരിൽ എഴുതി കൊടുത്ത് അവൾക്ക് നല്ലൊരു ഗൾഫുകാരനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹമൊക്കെ അമ്മ കഴിപ്പിച്ചത്. എന്നിട്ട് പത്രവും പണവും വലിയ സൗകര്യങ്ങളും ആഡംബര വീടുമൊക്കെ ആയപ്പോൾ അവരമ്മേനെ പഴയ ചാണകപ്പരയുടെ അടുത്തുള്ള ഒരു കുടിസ് മുറിയിലേക്ക് മാറ്റി. അതിനപ്പുറത്ത് ചെറിയ പഴയൊരു കക്കൂസുണ്ട്. ആ കക്കൂസിൽ പോയി അമ്മയ്ക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. അവിടെ ഒരു തുണി കെട്ടി തൂക്കിയേക്കുകയാണ്. അതിൽ പിടിച്ചിട്ട് വേണം അമ്മയ്ക്ക് ഇരിക്കുവാനും എഴുന്നേൽക്കുവാനും. കാരണം മുട്ടിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചില വലിയ വലിയ വീടുകളിലെ നമ്മൾ പുറം പോച്ചിലും നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. വലിയ മതിലും വലിയ ഗേറ്റും വലിയ പൊമറേനിയും പട്ടിയും വലിയ ചിത്രപ്പണികളുള്ള വാതിലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ പിന്നിൽ കരയുന്ന തേങ്ങുന്ന അനാഥത്വത്തിൻ്റെ ഏകാന്തതയുടെ ഒരു മനസ്സ് കിടന്ന് പിടയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ തോന്നിയിട്ടുണ്ട്? അപ്പോൾ ട്രാവൽ വിസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള കഥകളാണ് പറയുന്നത്. ഇതുപോലുള്ള കഥകൾ അറിയുവാനും അതിൻ്റെ നേർക്കാഴ്ച മനസ്സിലാക്കാനുമായിട്ട് ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളുടെ വീഡിയോകൾ കാണാൻ മറക്കാതെ ഇരിക്കുക.